പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്നുള്ള സബ്ജക്റ്റാണ് ഞാൻ തൊടാൻ ആഗ്രഹിക്കുന്നത്. I would like to touch on the subject of a true Christian life. നമ്മളെല്ലാം ക്രിസ്ത്യാനിയായി തീർന്നത് The reason we all became Christians ഒന്ന് നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണം, is because number one, we want to go to heaven. രണ്ട് നമ്മളിലൂടെ കർത്താവിനെ ജനം അറിയണം. Secondly, we want others to see and know Jesus through us. ഈ രണ്ട് ഉദ്ദേശമായിരിക്കണം നമ്മുടെ മുമ്പിലുള്ളത്. These must be the two prime focuses before us. ഒന്ന് നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണം, One, we want to get to heaven. രണ്ട് നമ്മളിലൂടെ നാട്ടുകാർ കർത്താവിനെ അറിയണം. Secondly, we want the people in this place to know Jesus through us. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, Again, I repeat to you. ഒന്ന് നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണം, One, we must enter heaven. രണ്ട് Secondly, നമ്മളിലൂടെ through us. ആരാ നമ്മൾ? Who is us? പെന്തക്കോസ്തുകാർ. We talk about the Pentecostal people. നമ്മളിലൂടെ നാട്ടുകാർ കർത്താവിനെ കാണണം. Through us, the local people must know Jesus. ഇതിനു വേണ്ടി ഇന്ന് പകൽക്കാലം ഒരു ഒരുക്കം നടക്കണം. There must be a preparation for this morning. ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത്. We are in the presence of God this morning. കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, When I ministered in the past few days, I said this. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ പാരമ്പര്യം കൊണ്ട് We have many traditions attached to our Christian life. നമ്മൾ എത്ര പേരെ കർത്താവിന് വേണ്ടി നേടി? But how many people have we sought for the Lord? അതൊരു വല്ലാത്ത ക്വസ്റ്റ്യനാ. It's a difficult question. നമുക്ക് പാടാൻ ഇഷ്ടമാ, We love to sing പാടുമ്പോൾ ചാടാനും ഇഷ്ടമാ, and we love to jump when we sing. എന്നാ അതല്ല ക്രിസ്തീയ ജീവിതം. But that is not Christian life. അതൊരു പാട്ടാ. That is a part of Christian life. പലർക്കും ആരാധിക്കാൻ ഭയങ്കര ഇഷ്ടമാ. People love to worship many. നിങ്ങൾ ആരാധിക്കണം. You must worship. നിങ്ങൾ ആരാധിച്ചില്ല, ഞാൻ നിങ്ങളെ ആരാധിപ്പിക്കും. If you don't worship, I will make you worship. പക്ഷെങ്കില് But ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. there is a small problem in this. ആരാധനയും Worship, ചാട്ടവും jumping, ബഹളവും sound, അന്യഭാഷയും speaking in tongues ചർച്ചിനകത്താ. are all done within the church. ചർച്ചിനകത്തുള്ളവരെ ഇത് കാണുന്നുള്ളൂ. And only people inside the church are seeing this and witnessing this. പക്ഷെ എന്നെയും നിന്നെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടുകാരുണ്ട്. But there is a group of people in our local region that are paying attention to us. അവർ നിന്റെ ചാട്ടമല്ല നോക്കുന്നത്. They are not looking at your jumping. നീ എത്ര പേര് അന്യഭാഷ പറഞ്ഞെന്ന് അവർക്ക് വിഷയമല്ല. It is not a matter to us how much you are speaking in tongues. വൈബ്രേറ്റ് ചെയ്തോന്നുള്ളത് അവർക്ക് വിഷയമല്ല. Your vibration and your movements are not a matter to them. അവര് നിന്നെ നോക്കുന്നത്, What they are looking for നീ ആരാധിക്കുന്ന യേശുവിനെ, is the Jesus that you are worshiping. അവർക്കറിയാം. They know ആ യേശുവിന്റെ ജീവിത രീതി the life of Jesus. നിന്റെ ലൈഫിലുണ്ടോന്ന് അവർ നോക്കും. They are looking if it is present in your life. അതില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാ. If that is not present in our lives, then our life is a failure. വായിച്ചാട്ട് Let us read together റോമലേഖനം the book to the Romans, 1-ാം അധ്യായം chapter 1 അതിന്റെ 18-ാമത്തെ വാക്യം. and verse 18. ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കണം. One person can read aloud in Malayalam. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. For the wrath of God is revealed from heaven against all ungodliness and unrighteousness of men who suppress the truth in unrighteousness. എൻ്റെ പേര് ബിനോ തോമസ് എന്നാണ്. My name is Bino Thomas. എൻ്റെ സ്വദേശം കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്തെ കാനം എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. My native land is Kottayam in Kerala, a small village within. എനിക്ക് പപ്പയുണ്ട്, മമ്മിയുണ്ട്. I have a father and a mother. നല്ല പേരൻസ് ആണ് എൻ്റെ പേരൻസ്. My parents are good parents. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ പപ്പയും മമ്മിയും ഒന്നും തന്നിട്ടില്ല. In our young ages, our parents did not give us much. പക്ഷെ തന്നത് വലിയ സംഭവമായിരുന്നു. But what they gave us was a great matter. ഉപവസിക്കാൻ പഠിപ്പിച്ചു. They taught us how to fast. വിശ്വാസ ജീവിതം പഠിപ്പിച്ചു. They taught us the life of faith. നിർബന്ധമായിട്ട് ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചു. They compelled us to read the Bible. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കണമെന്നും പഠിപ്പിച്ചു. And they taught us that we must speak in tongues and worship God. ഇതിലെല്ലാം ഉപരിയായിട്ട് Above all these things, വിശുദ്ധ ജീവിതം അവർ ജീവിച്ച് കാണിച്ചു തന്നു. they showed us the model of a holy life by living it. ഞാൻ ഇത് പറയുന്നത്, The reason I say this പല ഏജിലുള്ള ആൾക്കാർ എൻ്റെ മുമ്പിലുണ്ട്. is because there are people of many ages sitting before ഈ me. കാലഘട്ടത്തിൽ In this time period, നമ്മുടെ ബാഹ്യ
പ്രകടനമല്ല മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നത്. What others are looking at is not our public profession. ഞാൻ പ്രസംഗിക്കുന്നതാണോ എൻ്റെ ജീവിതം എന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കും. They are all looking at whether what I'm preaching is in accordance with my lifestyle. ഇത് ഞാനൊന്ന് പഠിപ്പിച്ചു പോട്ടെ. Let me teach this to you this morning. ദയവായിട്ട് ആരും പറയരുത്. Please, no one tell me this. ഇന്നലെ രാത്രി വരെ ഭയങ്കര അഭിഷേകമായിരുന്നു. Don't say that until last night it was a great anointing. ഇന്ന് പോരാ. And this morning it's not enough. എൻ്റെ മോളെ നീ പോരാന്ന് പറഞ്ഞാലും പോരില്ല എന്ന് പറഞ്ഞാലും. Amen. Whether you tell me yes, it is good enough or not good enough, എനിക്കത് വിഷയമല്ല. it's not a matter to me. പ്രസംഗിക്കണം. But I must preach. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. Let us turn our attention to the written word before അനീതി us. കൊണ്ട് സത്യത്തെ തടുക്കുന്ന, They are suppressing the truth in unrighteousness മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ against all ungodliness and unrighteousness of men. ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. The wrath of God is descending from heaven. എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. I believe this is a word that is familiar to all of you. ഇത് അറിയാവുന്നവരൊന്ന് കൈവക്കിയാട്ടെ. If you know this word, can you just lift your hands and show me? പല കൈകളും ഞാൻ കാണാത്തതിനാൽ ഞാൻ കർത്താവിനെ I സ്തുതിക്കുന്നു. thank God that many of you did not lift your hands. ഒന്നുകൂടെ ഒന്ന് പൊക്കിക്ക്. കള്ളം പറയരുത്, കള്ളം പറയരുത്. Don't lie. Show me your hand if you know this verse. ദൈവസന്നിധി വരുമ്പോ എങ്കിലും കള്ളം പറയരുത്. Never ever lie in the presence of God. ഇത് ബൈബിൾ വായിക്കാനുള്ളതാ. This is a Bible that we must read. വായിച്ചു പഠിക്കാനുള്ളതാ. We must read and learn. ബൈബിൾ വായിക്കണം നിങ്ങൾ. We must read. You must read. രാവിലെ ഭയങ്കര മനോഹരമായിട്ടാണ് ക്ലാസ് ഇവിടെ നടന്നത്. Professor George took a great class this morning. രാവിലെ വന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. I praise God for those of you that were here this morning. ഒരു വാക്യം ചോദിച്ചു. He asked us a verse. ആ വാക്യം എവിടാന്ന് ചോദിച്ചു. And he asked us the reference for the verse. ഞാൻ പുറകിരിക്കുകയായിരുന്നു. I was sitting in the back. അത് കേട്ടപ്പോൾ എനിക്കറിയാം വാക്യം ഇല്ലെന്നറിയാം. I knew that that was not a verse. ചിലർക്ക് ബൈബിൾ ഇങ്ങനെ മറച്ചു നോക്കുക. And many were searching through the Bible. ഇല്ലെന്നറിയത്തില്ല, അതാ സാറേ കുഴപ്പം. That's because they didn't know that was actually not a verse. ഒരിക്കലും ഒരു ഉപദേശി ഒരു വീട്ടിൽ ചെന്നു. One preacher went to a home at one ഒരു point. പാസ്റ്റർ ഒരു വീട്ടിൽ A ചെന്നു. pastor went to a house. വീട്ടിൽ ചെന്നപ്പോ When he went to that house, കുറച്ച് കഴിഞ്ഞ് പാസ്റ്റർ വീട്ടിൽ നിന്ന് പോയി. but the pastor left the house after some time. പാസ്റ്റർ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോ After the pastor left the house, ആ വീട്ടിലെ നല്ല ഒരു ചെറിയ സാധനം കാണാതെ പോയി. there was a small object that was missing from that home. സാധനം എന്നാന്ന് പറയത്തില്ല. I can't tell you what the object was. സാധനം കാണാതെ പോയി. The object was missing. അവരവിടെ കിടന്ന് മൊത്തം തപ്പുക. And they are all searching all over the place. ഭർത്താവ് തപ്പുന്നു, The husband is searching. ഭാര്യ The തപ്പുന്നു, wife is searching. മക്കളെ കൂട്ടി തപ്പുന്നു. The children are made to search. അവസാനം ഒരു തീരുമാനത്തിലെത്തി. Finally, they came to the conclusion. ഈ 2-3 ദിവസത്തിനകത്ത് Within the past 2 to 3 days, പാസ്റ്റർ മാത്രമേ വീട്ടിൽ വന്നിട്ടുള്ളൂ. only pastor has visited the house. അപ്പൊ പാസ്റ്റർ ഇത് അടിച്ചോണ്ട് പോയത്. It must be that the pastor has stolen this. പക്ഷെ പാസ്റ്ററോട് ഇത് എങ്ങനെയാ ചോദിക്കുന്നേ? But how can I ask pastor this question? പാസ്റ്റർ വീട്ടിൽ വന്ന് അത് അടിച്ചോണ്ട് പോയെന്ന് ചോദിക്കാൻ പറ്റുകയില്ലല്ലോ. I cannot go to the pastor and say, "Look, pastor, you came and stole this from my house." ഇവരാകെ പ്രശ്നത്തിലായി. And they became completely confused. അച്ചായൻ പറഞ്ഞു, The husband said, എന്നാണേലും ഞാൻ ചോദിക്കും. "No matter what happens," uncle said, "I'm going to ask the അമ്മമ്മ pastor." കയ്യെ കയറി പിടിച്ചു. The wife is holding him back. പൊന്നച്ചാ ചോദിക്കരുത്. "Dear husband, don't ask. അഥവാ പുള്ളി എടുത്തോണ്ട് പോയിട്ടില്ലെങ്കിൽ In case he has not taken the object, നമുക്കത് ശാപമാ. that will become a curse to us." കുറെ നാളിങ്ങനെ പോയി. And many days passed by. അച്ചായൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഞാൻ ചോദിക്കും. And again, this uncle is saying, "I'm going to ask." അമ്മാമ്മ പറയും ചോദിക്കരുത്. The wife is saying, "Please don't ask." 3 മാസം കഴിഞ്ഞപ്പോ After 3 months had gone by, പാസ്റ്റർ വീട്ടിൽ വന്നു. pastor visited the home again. ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ And as they were conversing, ഈ ചോദിക്കരുത് എന്ന് പറഞ്ഞ അമ്മാമ്മ ചാടി ഒരു ഒറ്റ ചോദ്യം ചോദിച്ചു. and the auntie that said, "Don't ask," stood up and asked one question. ഈ അമ്മാമ്മമാരിങ്ങനെയാ. Women are always like this. അവര് ചോദിക്കരുതെന്ന് പറഞ്ഞേ ചോദിക്കത്തുള്ളൂ. They will only ask the things that they tell you not to ask. തമ്പുരാൻ അവരെ അങ്ങനെയാ സിസ്റ്റം വർക്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. The Lord has programmed their system in that manner. അകത്തൊന്നും ഇരിക്കത്തില്ല. They don't hold anything on the inside. പേഴ്സണൽ ആയിട്ട് എല്ലാത്തിനോടും പറഞ്ഞു കൊടുത്തേക്കണം. Amen. Okay, pastor. കേട്ടോ, മനസാന്തരപ്പെടാൻ. സ്തോത്രം. Repent. അമ്മമ്മ ചാടി ഒരു ചോദ്യം ചോദിച്ചു. And the woman stood up and asked her one question immediately. പാസ്റ്റർ ഇന്ന സാധനം എടുത്തോണ്ട് പോയോ? "Pastor, did you take this object?" അച്ഛൻ ഞെട്ടിപ്പോയി. The pastor was confused and shocked. അച്ഛൻ The ഞെട്ടിപ്പോയി. husband was shocked. പാസ്റ്റർ പറഞ്ഞു, ഞാൻ എടുത്തു. Pastor said, "Yes, I took it." എന്നാ വിടുതല. What a deliverance. ഞാൻ എടുത്തു. I took this.
രണ്ടുപേരും ഇങ്ങനെ പാസ്റ്ററെ തല്ലണോ ഞെക്കണോ കൊല്ലണോ എന്നോർത്ത് ഇങ്ങനെ നിൽക്കുക. They are both looking at the pastor, trying to figure out whether they want to murder him or put him down. ഒരു ചെറിയ ടേബിൾ ഉണ്ടായിരുന്നു. There was a small table there. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. And there's always a Bible on that table. പാസ്റ്റർ അവരോട് പറഞ്ഞു, Pastor told them, ഞാൻ എടുത്തിട്ട് after I took this, ആ ബൈബിൾ ആരുടെയാ? whose Bible is this? അമ്മാമ ആത്മാവി പറഞ്ഞു, എന്റെയാ. In the spirit, the wife said, that is my Bible. ഞാനത് ആ ബൈബിളിനകത്ത് വെച്ചിട്ടുണ്ട്. And I took the object and put it inside that Bible. വല്ലതും മനസ്സിലായോ? ഞാനത് ആ ബൈബിളിനകത്ത് വെച്ചിട്ടുണ്ട്. I took the object and I put it inside that Bible. അമ്മാമ ബൈബിൾ തുറന്നിട്ട് That means that the time period has gone by from the moment she opened the Bible. ഇന്നേക്ക് 3 മാസമായിരിക്കും. And it has been 3 months to the day. ഞാനൊരു വല്ലാത്ത തമാശയാ പറഞ്ഞത്. I told you a joke, പക്ഷെ മാനസാന്തരപ്പെടണം. but we must repent. ഇത് വായിച്ച് പഠിക്കാനുള്ളതാ. This is something we must read and learn from. ഇത് പേടി മാറ്റാനുള്ള സാധനമല്ല. This is not just something that we use to change നീ എങ്ങനെ ജീവിക്കണമെന്ന്, how to live, നീ എങ്ങനെ നടക്കണമെന്ന്, how to behave, നീ എങ്ങനെ സംസാരിക്കണമെന്ന്, how to speak, നീ ആരാകണമെന്ന് who you must become. പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് വിശുദ്ധ വേദപുസ്തകം. The Holy Bible teaches us all of these things. അപ്പൊ ഇന്ന് മുതൽ So from this day forward, കുടുംബത്തിനകത്ത് ബൈബിൾ വായന തുടങ്ങണം. you must begin Bible reading in your family. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ പറയാത്തവരെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഹല്ലേലൂയ പറയുന്നത്. I am only looking at those of you not saying hallelujah. പറയാത്തവര് ബൈബിൾ വായിക്കുന്നില്ല മാസ്റ്ററെ. That means you're not saying hallelujah because you're not reading the അതൊരു Bible. പിശാചിന്റെ പദ്ധതിയാണെന്ന്. That is a plan of the enemy. എന്റെ പൊന്നു ദൈവമക്കളെ, കുടുംബത്തിനകത്തിരുന്ന് പുസ്തകം വായിക്കണം. Dear children of God, you must sit as a family and read the book. നിന്റെ തലമുറ കൂട്ടിയിരുന്ന് പുസ്തകം വായിക്കണം. Bring your children around the table and read it with them. അവിടെ ദൈവപ്രവൃത്തി നടക്കും. The work of God will be revealed there. വാക്യത്തിലേക്ക് കടക്കാം. Let me go into the അനീതി word. കൊണ്ട് സത്യത്തെ തടുക്കുക. Suppressing the truth in unrighteousness. ഈ വാക്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Have you thought about this verse? എന്തുവാണ് അനീതി എന്ന് പറഞ്ഞാൽ? What is unrighteousness? എന്റെ മുഖത്തോട്ട് നോക്കിയിരുന്നേ. Everybody look at my face, pastor's face. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇനി ബൈബിൾ വായിക്കല്ലേ പ്ലീസ്. I told you not to continue to read the word when I'm preaching. റോമലേഖനം മൊത്തം വായിച്ച് തീർക്കരുത്. Please don't sit there and read the entire book of Romans when I'm preaching. അടുത്തിരിക്കുന്നവർക്കിട്ട് തട്ടിയിട്ട് ഒരു ആമേൻ പറഞ്ഞു. Amen. Slap the person next to you and say amen. തട്ടിയിട്ട് ആമേൻ പറഞ്ഞു. Slap them and say amen. ഇത് ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ ഒന്നും ചെയ്തതൊന്നും അല്ല. This is not some spiritual impartation encounter. പാസ്റ്ററെ, രണ്ടുപേര് സുഖമായിട്ടിരുന്ന് ഉറങ്ങുന്നു. There are 2 people who are very peacefully sleeping in front of us. എഴുന്നേൽപ്പിച്ചതാ. I was trying to wake them അപ്പൊ up. അടുത്തിരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു തട്ട് കൊടുത്തേക്കണം. Now if they're sleeping next to you, slap them. അപ്പോ അനീതി എന്ന് പറഞ്ഞാൽ എന്തുവാ? So what is unrighteousness? അനീതി എന്ന് പറഞ്ഞാൽ Unrighteousness is നീതി അല്ലാത്തതല്ല അനീതി. anything that is not righteousness. ശ്രദ്ധിച്ച്, നീതി അല്ലാത്തതല്ല അനീതി. Pay attention. Anything that is not righteousness is unrighteousness. അനീതി എന്ന് പറഞ്ഞാൽ നീതി അല്ലാത്തത് അനീതി. Whatever is not righteous, it is unrighteous. അനീതി കൊണ്ട് സത്യത്തെ എങ്ങനെയാ തടുക്കുന്നത്? But how do we hinder and suppress the truth in unrighteousness? മോനെ, ഈ മൈക്രോഫോണിന്റെ മോണിറ്റർ കൂട്ടിക്ക്. സ്തോത്രം. നീതി അല്ലാത്തതല്ല അനീതി. Whatever is not righteous is unrighteousness. അപ്പൊ ഈ നീതി അല്ലാത്തത് കൊണ്ട് സത്യത്തെ എങ്ങനെയാ തടുക്കുന്നത്? So how do we suppress the truth in unrighteousness? എന്തുവാ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? So then what is truth? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സത്യം എന്തുവാ? Have you thought about this? What is truth? യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. Jesus, when he was on the earth, he said this. ഞാൻ തന്നെ I am വഴിയും the way, സത്യവും the truth, ജീവനുമാകുന്നു. and the life. ഞാൻ തന്നെ I am വഴിയും the way, സത്യവും the truth, and ജീവനുമാകുന്നു. the life. അപ്പൊ സത്യം എന്തുവാ? So what is truth? സത്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാ. Truth is Jesus Christ. അപ്പൊ ആ വാക്യം ഇങ്ങനെ ഒന്ന് വായിച്ചാലോ? So if you read this word with this context, എന്റെ അനീതി കൊണ്ട് with my unrighteousness, സത്യത്തെ തടുക്കുക. I am hindering the truth. അർത്ഥം യേശുക്രിസ്തുവിന്റെ വരവിനെ തടസ്സപ്പെടുത്തുക. Meaning I am hindering the coming of Jesus Christ with my unrighteousness. പെന്തക്കോസ്തുകാരെ, Dear Pentecostal people, ഈ ലോകത്തിൽ in this world, യേശുക്രിസ്തുവിന്റെ വരവിനെ
തടസ്സപ്പെടുത്താൻ, in order to hinder the second coming of Jesus. സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. Coming of Jesus. സെക്കൻഡ് കമ്മിങ് എന്ന് മിണ്ടിപ്പോകരുത്. സ്തോത്രം. ഈ പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത്, This morning what I'm preaching യേശു ക്രിസ്തുവിന്റെ വരവിനെ തടസ്സപ്പെടുത്താൻ കഴിവുള്ളത് നമുക്കാ. is that there is a possibility that you could do things to hinder the coming of Jesus. എങ്ങനെയാ തടസ്സപ്പെടുത്തുന്നത്? But how do we hinder that coming? നമ്മൾ എന്ന് പറഞ്ഞാൽ ആരാ? Who am I talking about when I say we? പെന്തക്കോസ്തുകാർ. I'm talking about Pentecostal people. പാട്ട് തുടങ്ങുമ്പോ When they sing, അന്യഭാഷ വരുന്ന, when they speak in tongues, പാട്ട് തുടങ്ങുമ്പോ when they sing, ചാടുന്ന, when they are jumping, ഒരു ദൂത് കേൾക്കുമ്പോ when they hear a prophetic word, വൈബ്രേറ്റ് ആകുന്ന, the people who are vibrating, നിന്റെ കാലിനടി 2 സ്പ്രിങ് ഫിറ്റ് ചെയ്തിരിക്കുന്ന, and people who have springs under their feet. പെന്തക്കോസ്തുകാരനായ യേശുവിന്റെ വരവിനെ തടസ്സപ്പെടുത്താൻ It is പറ്റുന്നത്. this Pentecostal that can hinder the coming of Jesus. ഈ ദൂതിന് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മീറ്റിംഗ് കഴിയുമ്പോ എന്നെ അറസ്റ്റ് ചെയ്യണം. If you think that this word is false, you can arrest me after this meeting. ഇനി ഏത് യേശുവിന്റെ വരവിനെ തടസ്സപ്പെടുത്തുന്നത് Now, പറയാൻ പോവാ. which Jesus is coming are we hindering? നീ താമസിക്കുന്ന നിന്റെ ഭവനത്തിന്റെ, In the house in which you live in, നിന്റെ അടുത്ത വീട്ടിലേക്ക് in the neighbor's house, യേശു അപ്പച്ചന്റെ വരവിന് തടസ്സമായിട്ട് നീ നിൽക്കുന്നുണ്ടെങ്കിൽ, if you are standing as a hindrance for the coming of Jesus into that person's home, എന്റെയും നിന്റെയും കാര്യം പോകാ. then my life and your life is a failure. എന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഒരു മാർവാടി ഫാമിലിയാ. The person that lives right next to my house is a Marwadi. അവര് ഹിന്ദിക്കാരാ. He's a Hindi speaking idolatrous person. ഒരു ദിവസം പാസ്റ്റർ അഖിലാസ് ബാംഗ്ലൂർ വന്നെന്നിരിക്കട്ടെ. Let's say that one day pastor came to my home in Bangalore, അഖിലാസ് അവിടെ വന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ and now as he is speaking to me, അദ്ദേഹത്തിന് ഒരു പ്രേരണയുണ്ടായി. now he has a leading എന്റെ അടുത്തുള്ള മാർവാടിയുടെ വീട്ടിൽ പോയി സുവിശേഷം അറിയിക്കണം. that he wants to go to my neighbor's home and അദ്ദേഹം- preach the gospel. അദ്ദേഹം എന്നോട് പറഞ്ഞു, This pastor then tells me, ഞാൻ ആ വീട്ടിലൊന്ന് പോയി പ്രാർത്ഥിക്കട്ടെ, can I go to your neighbor's house and ഞാൻ ആ pray? വീട്ടിലൊന്ന് പോയി സുവിശേഷം അറിയിക്കട്ടെ. Can I go to your neighbor's home and proclaim the gospel? പാസ്റ്റർ അഖിലാസ് ആ വീട്ടിൽ ചെന്നു. Now let's say pastor goes to that house അവരോട് സുവിശേഷം പറഞ്ഞു, and shares the gospel with them അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. and prayed for them. പ്രാർത്ഥിക്കുന്ന സമയത്ത് At the time of prayer, അവരോട് പാസ്റ്റർ അഖിലാസ് പറഞ്ഞു, pastor is speaking to them. ശ്രദ്ധിക്കണം, Listen to me. നിങ്ങൾ യേശുവിനെ അറിയണം, You must know Jesus നിങ്ങൾ ചർച്ചിലേക്ക് വരണം. and you must come to church. ആ സമയത്ത് At that time, ആ കുടുംബം എഴുന്നേറ്റ് നിന്ന് the family stands up പാസ്റ്റർ അഖിലാസിനോട് പറയാ, and responds to Pastor Achilles. പാസ്റ്റർ ഞങ്ങൾ പാസ്റ്റർ ബഹുമാനിക്കുന്നു, Pastor, we respect you, പക്ഷേ but എൻ്റെ അപ്പുറേ താമസിക്കുന്ന പാസ്റ്റർ ബിനോ ഉണ്ടല്ലോ, my neighbor, Pastor Bino, ആ ബിനോ പോകുന്ന ചർച്ചിലൊക്കെയാണ് ഞാൻ വരത്തില്ല. if it is that church, I cannot come to his church. ആ ബിനോ വിളിക്കുന്ന യേശുവിനെ ആണെങ്കിൽ If you're talking about the Jesus that Bino calls on, എനിക്ക് വേണ്ട. I don't want that Jesus. ഇത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം If they respond in such a way, ആ വീട്ടിലേക്ക് that means in that house, യേശു ക്രിസ്തുവിന്റെ വരവിന് തടസ്സമായിട്ട് in order to hinder the coming of Jesus into that house, പാസ്റ്റർ ബിനോ നിൽക്കുക. Pastor Bino became a stumbling block. ഈ പകൽക്കാലം മാനസാന്തരപ്പെടണം. This morning we must repent. ഈ പകൽക്കാലം മാനസാന്തരപ്പെടണം. This morning we must repent. പെന്തക്കോസ്തുകാരെ, Pentecostal people, നീ ജീവിച്ച് കാണിക്കേണ്ടത് you have to show with your life, ചർച്ചിനകത്തല്ല. not by being inside the church. ജീവിച്ച് കാണിക്കേണ്ടത് What you need to show with your ഉപവാസ life പ്രാർത്ഥനയ്ക്കല്ല. is not inside fasting and നീ prayer. ജീവിക്കേണ്ടത് നാട്ടിലാ. In your life you must live it നിന്റെ in the വീട്ടിലാ world. നീ ജീവിച്ച് You കാണിക്കേണ്ടത്. have to show your life in your house. ഇതൊരു മാനസാന്തരത്തിന്റെ ദൂത. This is a word of repentance. വിശുദ്ധ തിരുമേശ നമ്മുടെ മുമ്പിലുണ്ട്. The holy table of the Lord is before us. ഞാൻ ചോദിക്കട്ടെ, Let me ask you, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, I spoke to you yesterday. പരിശുദ്ധാത്മാവാകുന്ന ദൈവം God, the Holy Spirit, നിന്നെ അനുഗ്രഹിച്ച് അമേരിക്കയിലുള്ള എല്ലാ സ്റ്റേറ്റിലും വിടൂ എന്ന് പറയുന്ന തമ്പുരാനല്ല.
Amen is not the Lord who tells you that I'm going to bless you and send you to every state in America. നിന്റെ പാപങ്ങളെ ഓർപ്പിക്കുന്ന ദൈവം. He is the Holy Spirit that reminds you of your sins. പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ When the Spirit of God speaks, നിന്റെ അകത്ത് വേദന എടുക്കുന്നുണ്ടെങ്കിൽ if there is a pain and a sorrow in your heart, നിനക്കൊരു ചാൻസും കൂടെ തരിക. that means He's giving you a chance. ഇന്ന് പകല് ഞാൻ ചോദിക്കട്ടെ, Let me ask you this morning. എന്റെ മുഖത്തോട്ട് നോക്കിക്കേ. Look at my face. നിന്റെ അയൽലോകത്ത് വന്ന് When I come to your neighborhood, പാസ്റ്റർ ബിനോയ്ക്ക് when I talk about Pastor Bino, ആ വീട്ടിൽ കയറി ധൈര്യത്തോടെ സുവിശേഷം പറയാൻ പറ്റുമോ? can Pastor Bino go to my neighbor's house and proclaim the gospel boldly? യേശുവിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? Can he preach Jesus boldly? നമ്മൾ കർത്താവ് വരുമ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. We are all sitting ready for Jesus to come back to go with him. ടിക്കറ്റ് എടുത്തിരിക്കുക. We have purchased a ticket. തുറന്ന് ഞാൻ പ്രസംഗിക്കുക. I'm speaking to you openly. ഞാൻ ചിലയിടത്തൊക്കെ പ്രസംഗിക്കുമ്പോൾ ആവേശത്തിൽ ഇങ്ങനെ വിളിച്ചു പറയും. Many times whenever I preach, they quickly call me. എന്നെ ഇനി വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും But even if you call me or don't call me, എന്റെ ദൗത്യം ഇതാ. this is my responsibility. പ്രസംഗിച്ച് പറ്റൂ. I must preach. യേശുവിനെ കുറിച്ച് തന്റെ ഇടത്തോടെ പറയാൻ പറ്റുമോ? Can you say it with great pride this morning? നിന്റെ അനീതി That your unrighteousness, യേശുക്രിസ്തുവിന്റെ വരവിന് തടസ്സമാണോ? is it possible that your unrighteousness is a hindrance to the coming of Jesus? അത് ചിന്തിക്കുന്ന ഒരു പകലായി പകല് മാറട്ടെ. Let this morning become a morning of thinking about this. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നം, Especially in this time period, there is a problem. എന്തുകൊണ്ട് ചെറുപ്പക്കാര് സഭയിൽ വരുന്നില്ല? Why do young people not come to church? എന്തുകൊണ്ട് ചെറുപ്പക്കാര് സഭയിൽ നിൽക്കുന്നില്ല? Why do young people not remain in the church? മാതൃകയില്ലാത്ത ജീവിതം. There is a life without any role modelship. 4 കാര്യം പറഞ്ഞിരിക്കാൻ പോവാ. I'm going to tell you very quickly 4 things. 4 കാര്യം വലിയ ഇമ്പോർട്ടന്റാ. 4 things that are very important. അനീതി കൊണ്ട് നമുക്ക് ഏതൊക്കെ രീതി സത്യത്തെ തടുക്കാൻ പറ്റും? How can we suppress the truth with unrighteousness? നിന്റെ ജീവിതത്തിലുള്ള 4 അനീതി. 4 unrighteousnesses in your life. ഇത് പറഞ്ഞേച്ച് ഞാൻ ഇരിക്കാൻ പോവാ. I'm going to tell you this and I'm going to take a seat. ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള അനീതി. Firstly, it is an unrighteousness related to your connection with God. ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള അനീതി. It is an unrighteousness in your relationship with God. 2 മാതാവിനോടും പിതാവിനോടും തമ്മിലുള്ള ബന്ധത്തിലുള്ള അനീതി. Secondly, it is an unrighteousness with your relationship with your mother and father. 3 ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലുള്ള അനീതി. Thirdly, an unrighteousness in the relationship between a husband and a wife. 4 ദൈവസഭയും അർത്ഥാൽ ദൈവദാസനോടുള്ള ബന്ധത്തിലുള്ള അനീതി. Number 4, an unrighteousness in your relationship with your church and your pastor. തുറന്ന് പ്രസംഗിക്കുകയാണ്. I'm going to preach to you openly. മീറ്റിംഗ് കഴിയുമ്പോൾ ഒന്ന് ചിരിച്ചേച്ചൊക്കെ പോണം എന്നെ When the കണ്ടിട്ട്. meeting is done, smile at me before you go ഈ back. 4 കാര്യത്തിൽ ഒന്നെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ If there is any one of these 4 things in your life, നീ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. you will not enter heaven. സംശയമില്ലാതെ I പ്രസംഗിക്കുന്നത്. am speaking to you without any doubt. ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള അനീതി. Number 1, an unrighteousness in your relationship with God. തിരുവചനം പഠിപ്പിക്കുന്നു. The Holy Word teaches us. ഞാനല്ലാതെ Without me, മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. you must not have any other God besides me. ഏറ്റവും വലിയ കൽപ്പനകളിൽ ഒന്നാ. This is one of the commandments of the Lord. ഞാനല്ലാതെ Besides me, മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. you shall not have any other gods. നമ്മുടെ പ്രശ്നം, Our problem ഇടയ്ക്ക് നമ്മുടെ ദൈവം ചേഞ്ച് ആകില്ലേ? is that sometimes we change who our God is. അയ്യോ പാസ്റ്റർ, ഞാൻ യേശുവിനെ ആരാധിക്കുന്നത്. Pastor, I would never do that. അത് മനോഭാവത്തിലേ അറിയാൻ പറ്റത്തുള്ളൂ. How can I know that? You can know it with your consciousness. ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, The relationship between you and God, നിന്റെ ജീവിതത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ if that relationship is very strong, നിന്നെ കണ്ടാൽ അറിയാം. I can know it by looking at you. ഞാൻ ഡ്രസ്സിന്റെ കാര്യം അല്ല പറയുന്നത്. I'm not talking about your dressing. ഞാൻ അത്രയും കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. I'm not talking about these external factors. ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളവനെ കണ്ടാൽ അറിയാം. If you look at a person who has a relationship with God, you can see it just by looking at him. അവന്റെ സംസാരം കേട്ടാൽ അറിയാം. You can know just by the way he speaks. എന്റെ വേദപുസ്തകത്തിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്. In the word of God, there is a word. ദ്രവ്യാഗ്രഹിയായ വിഗ്രഹാരാധി. There is a
Idolater. പറഞ്ഞ അങ്കിളെ ഒന്നുകൂടെ. Lover of money, which is an idolatrous act. ദ്രവ്യഗ്രഹിയായ വിഗ്രഹാരാധി. An idolater who loves money. വിഗ്രഹാരാധി സ്വർഗ്ഗത്തിൽ പോവോ? Can an idolater enter heaven? പോവോ പാസ്റ്റർ? Can they enter heaven, pastor? അപ്പം ദൈവം ചേഞ്ച് ആയില്ലേ? Is it not true then that you have changed your God? ഈ പാസ്റ്റർ പ്രസംഗം കേട്ടിട്ട് After listening to this pastor's preaching, പുള്ളിക്ക് പൈസ ഒന്നും വലിയ ഇഷ്ടമല്ലെന്നാ തോന്നുന്നേ. you must think that this pastor must not like money. ഈ പകൽക്കാലം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, This morning, if you don't repent, ദൈവവുമായിട്ടുള്ള അനീതി, when we talk about the unrighteousness with God, അതൊരു പ്രശ്നമാണ്. it will become a problem. മറക്കരുത് തമ്പുരാനെ. Don't forget your God. ദൈവവുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആകട്ടെ. Your relationship with God must become strong. രണ്ടാമത്തെ കാര്യം, Secondly, മാതാവിനോടും പിതാവിനോടുമുള്ള ബന്ധത്തിൽ അനീതി. an unrighteousness in your relationship with your father and mother. ഇത് പ്രസംഗിക്കാൻ കാരണം, The reason I preach this നിന്റെ നാട്ടുകാർ വാച്ച് ചെയ്തോണ്ടിരിക്കുക. is that your local neighbors are watching you. അയ്യോ പാസ്റ്റർ, ഞങ്ങൾ അമേരിക്കയില, ഞങ്ങളെ ആരും കാണുന്നില്ല. Oh, pastor, we live in America. Nobody watches us. മക്കളെ ചുമ്മാതെയാ. It's not true. ഇവിടുത്തെ ആൾക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പഠിച്ചതാണേ. One thing that I've learned about American people, ഇവിടുത്തെ ആളെന്നാ ഞാൻ പറഞ്ഞ, അമേരിക്ക എന്ന് ഞാൻ പറഞ്ഞില്ല. about the people of this place, അവള് പറഞ്ഞതല്ലേ, അതുകൊണ്ട് അവള് പറഞ്ഞ തന്നെ ഞാനങ്ങ് പിടിക്കുക. ഇവിടുത്തെ ആൾക്കാര് എന്നോട് ഇവിടെ വന്നപ്പോ ഒരാൾ പറഞ്ഞു, one person told me when I came to this country, ആരെയും സൂക്ഷിച്ചു നോക്കരുത്. don't look at anybody intently. നമുക്ക് ഒരു ധാരണയുണ്ട്. We tend to have a practice in the Indian culture. നമുക്ക് ഒരു ധാരണയുണ്ട്. We have a culture. നമ്മളെ ആരും നോക്കുന്നില്ല, നമ്മളും ആരും നോക്കുന്നില്ല. We don't look at others and we don't bother. പാസ്റ്റർ, ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു. So one thing that I learned about this culture ഇനി നടക്കാൻ പോകും. is that when I'm walking, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. there are people of this locality. ഒരു 50 മീറ്റർ അടുത്ത് വരുമ്പോൾ ഇവർ നമ്മളെ നോക്കത്തില്ല. When they come approximately 50 meters near us, they don't look at us directly. അതിനു മുമ്പ് ഇവർ മൊത്തത്തിൽ നമ്മളെ സ്കാൻ ചെയ്യും. Before that, they have completely scanned you up and down. അല്ലെ ശരിയല്ലെങ്കിൽ ഒന്ന് നോക്കിക്കോണം കേട്ടോ. If I'm not right, pay attention. കംപ്ലീറ്റ് ഇവർ നമ്മളെ സ്കാൻ ചെയ്യും. Completely, they have figured you out up and down. കേട്ടോ, അത് ശരിയാണ്. That is true. അപ്പം നിങ്ങൾക്കൊരു ധാരണയുണ്ട്. So you have a practice. ഞങ്ങളെ ആരും കാണുന്നില്ല. You must think nobody is watching me. എക്സ്ക്യൂസ് പറഞ്ഞു ഓടാതെ, without speaking any excuses and running ജീവിതം away. മാതൃകയാക്കണം. Make your life a role model life. രണ്ടാമത്തെ ദൂത്, second message to you, മാതാവിനോടും പിതാവിനോടുമുള്ള ബന്ധത്തിലുള്ള അനീതി. an unrighteousness in your relationship with your father and mother. ഈ ലോകത്തിലെ, in this world, നമ്മൾ ഏറ്റവും അധികം കരുതൽ കൊടുക്കേണ്ടത്, the one thing that we must pay great attention to, എസ്പെഷ്യലി പെന്തക്കോസ്തുകാർ, especially Pentecostal people, നിനക്ക് ജന്മം നൽകിയ മാതാവിനെ പിതാവിനെ മറക്കരുത്. you must not forget your father and mother who gave birth to you. ഒരു പക്ഷെങ്കിൽ അവർക്ക് നിന്നെ പോലെ കഴിവ് കാണത്തില്ല. It may be that they don't have all the abilities that you have. ഇനി ഞാൻ ഇറങ്ങി പറയാണ്, And I'm coming down to speak to you. നീ വിശ്വസിക്കുന്ന യേശുവിനെ ചിലപ്പോൾ അവർ കണ്ടു കാണത്തില്ല. It may be that they have not known the Jesus that you believe in. നീ പറയുന്ന അന്യഭാഷ അവർക്ക് It അറിയത്തില്ലായിരിക്കാം. may be that they don't know to speak in tongues like you do. നീ ഇനി എന്നാ ലെവലിൽ പോയാലും, No matter which level you've gone വിശുദ്ധ to, വേദപുസ്തകം പഠിപ്പിക്കുന്നു, the holy word of God teaches, നിനക്ക് നന്മയുണ്ടാകാനും in order for you to have നീ blessings ദീർഘായുസ്സോടെ ഇരിക്കാനും and for you to live a long life, നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. you must honor your father and your mother. പെന്തക്കോസ്തുകാരെ, Pentecostal people, നിന്റെ പിതാവും മാതാവും എവിടെയാണെങ്കിലും no matter where your father and mother are, നീ അവരെ കരുതിക്കൊള്ളണം. you must take care of them. അവരെ നീ ചേർത്ത് പിടിക്കണം. You must take hold of them. അവരെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ If you do not take hold of them, നീ സ്വർഗ്ഗത്തിൽ പോകുന്ന കാര്യം കഷ്ടമാണ്. it is very difficult for you to enter the kingdom of God. ഒരാമേൻ പറഞ്ഞു, Say an amen. നമ്മളൊന്നും ആരും ഒന്നും ആയിട്ടില്ല.
Nothing has happened. No, we've not gone anywhere. എൻ്റെ ഒരു സ്നേഹിതൻ നാട്ടിൽ സീനിയർ കെയർ നടത്തുന്നുണ്ട്. There is a friend of mine who runs a senior care facility. ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോകും. I went there to preach. ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോകും. I went there to preach. ഒരു പ്രസംഗം കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുക. After preaching, I was standing there. 85-86 വയസ്സുള്ള ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് നടന്നു വന്നു. There was a grandma who was approximately 86 or 87 who came to me. എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട്, She looked at my face. മോനെ മോനെ തൊട്ടോട്ടെ. She asked, my son, can I just touch you? അമ്മച്ചിയുടെ മുഖത്തോട്ട് ഞാൻ നോക്കി. I looked at the grandma. എന്നോട് വീണ്ടും ചോദിച്ചു, മോനെ ഞാൻ നിന്നെ ഒന്ന് തൊട്ടോട്ടെ. And the grandma said, my son, can I just touch you? ഞാൻ ഇറങ്ങി അമ്മച്ചി ചേർത്ത് കെട്ടി അങ്ങ് പിടിച്ചു. I went down and I gave an embrace to the grandma. ഈ മാതാവ് കരഞ്ഞോണ്ട് പറയാ, This mother with tears in her face, she said, എനിക്ക് 4 ആൺമക്കളാ ഉള്ളത്. I have 4 sons. അതിനകത്ത് അവസാനത്തെ മോനുണ്ടല്ലോ, And I have the youngest son. അവൻ നിന്നെ പോലെ ഇരിക്കുന്നേ. He is very similar to how you are. കരച്ചിൽ വന്നു. And I began to cry. അമ്മച്ചി എന്നോട് പറഞ്ഞു, And the grandma said, ഞാനും എൻ്റെ ഭർത്താവും കൂടെ അച്ചായനും കൂടെ കഷ്ടപ്പെടാവുന്ന എൻ്റെ മാക്സിമം കഷ്ടപ്പെട്ടു. me and my husband, we suffered to the max. മക്കളെല്ലാം നല്ല നിലയിലായി. And all our children are in the right places, in great places. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. My husband passed away. അവർക്ക് എന്നെ ഇപ്പൊ വേണ്ട. And now my children have no need of me. They don't want me. ഞാൻ ചോദിച്ചു, അമ്മച്ചി അവരെവിടെയാ? I asked, Grandma, where are your children? 4 പേരും നിങ്ങളുടെ രാജ്യത്തിലാ. All 4 of them are where you are. പക്ഷേ അതിനകത്ത് എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം, One thing that shocked me, എന്നെ പോലെ ഇരിക്കുന്നു പറഞ്ഞവനുണ്ടല്ലോ, the youngest one who supposedly looks like me, അവൻ നിങ്ങളുടെ രാജ്യത്ത് പാസ്റ്ററാ. is a pastor in your country. എൻ്റെ ഹൃദയം തകർന്നു പോയി. My heart was broken. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, This morning, let me say this. കർത്താവ് വരുമ്പോൾ പോകാൻ നമ്മൾ റെഡിയല്ലേ? We are all ready to go with Jesus, right? നമ്മൾ ആരാധിക്കുന്നവരല്ലേ? Are we not people who worship God? നമ്മൾ തുള്ളുന്നവരല്ലേ? Are we not people who jump? ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലെ For the past 1 week, നിന്റെ ജീവനോടിരിക്കുന്ന അപ്പനെ അമ്മയും your mother and your father who are living, നീ അന്വേഷിച്ചോ? have you asked them how they're doing? നീ വിളിച്ചോ? Did you call them? നീ ചേർത്ത് പിടിച്ചോ? Did you hold them നിന്റെ ചെറുപ്പകാലത്ത് in your young ages? നിന്റെ വീടിന്റെ അടുത്ത് ഒരു കുരുവി ചെലച്ചപ്പോൾ, ഒരു പക്ഷി ചെലച്ചപ്പോൾ, Even when a bird came to discard your house, അതെന്നാന്നറിയാൻ നിന്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചില്ലേ, അമ്മ അതെന്തുവാ? you went and asked your mother, Mom, what is that? അമ്മ പറഞ്ഞു ഒന്ന്, മോനെ അതൊരു കുരുവിയാ. And mom said, my son, my daughter, this is a bird. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നീ പിന്നെയും വന്നില്ലേ? Again, after 10 minutes, you came back to your mother. മമ്മി അതെന്നാ ശബ്ദം? Mom, what is that sound? മമ്മി പിന്നെയും പറഞ്ഞത് കുരുവിയാ മോനെ. Your mommy told you that is the sound of a bird, my son. ബുദ്ധി ഉറക്കാത്ത നീ പിന്നെയും വന്ന് ചോദിച്ചില്ലേ? Even without any, hallelujah, knowledge development, you asked again. മമ്മി എന്നതാ സൗണ്ട്? Mom, what is that sound? മമ്മി ആക്ഷൻ കാണിച്ചു തന്ന് നിന്നെ കുരുവിയാന്ന് പറഞ്ഞു കാണിച്ചില്ലേ? Mom showed you the action and said, this is a bird. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, After time has gone by, അവരുടെ ശരീരം വല്ലാത്ത അവസ്ഥയിലേക്ക് പോയപ്പോൾ, when their bodies entered into a great weakness, അവർ വല്ലാതായി കഴിഞ്ഞപ്പോൾ, when they became weakened and sick, നിന്റെ സ്റ്റാൻഡേർഡ് മാറി കഴിഞ്ഞപ്പോൾ, when your standard changed, നിന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നപ്പോൾ, and when you had a single guest in your house, നിന്റെ പിതാവോ മാതാവോ ഓർമ്മശക്തി നഷ്ടപ്പെട്ടവര്, those, your father and your mother who may have lost their memory, നിന്നോട് ചോദിച്ചില്ലേ ആരാ മോനെ വന്നത്? they might have asked you, my son, who is this guest in our house? നീ ആദ്യ സൗമ്യമായിട്ട് ആൻസർ പറഞ്ഞില്ലേ? Again you gave an answer. ഓർമ്മ നഷ്ടപ്പെട്ട പിതാവോ മാതാവോ When the memory loss, father and mother ask 10 you, മിനിറ്റ് കഴിഞ്ഞ് പിന്നെ വന്നത് ചോദിച്ചില്ലേ? 10 minutes later they ask you a second question. കുഞ്ഞെ ആരാ വന്നിരിക്കുന്നത്? My son, who is this guest in our house? അപ്പൊ നിന്റെ വായിൽ നിന്ന് എന്തുവാ വാക്കുകൾ വന്നത്? What words came out of your mouth? ഈ പൽക്കാലം ഞാൻ പറയട്ടെ, Let me ask you this morning. തെറ്റായ ധാരണ മാറ്റണം. You must remove all your wrong reasons. ഈ ഭൂമിയിൽ ജന്മം നൽകിയ പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കാത്തവരും കരുതാത്തവരും, Those that don't love and care for their father and mother that gave birth to them, കാഹളം ധ്വനിക്കുമ്പോൾ പോകത്തില്ല. you will not enter the kingdom of God. ഞാൻ
തീർത്ത് പറയുക. I'm telling you clearly this morning. കഴിഞ്ഞ രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ദൂതായത്. It is the word of the Lord, the Holy Spirit inspired upon me last night. ഇന്ന് ആരാധന കഴിയുമ്പോൾ After worship is done this morning, പിതാവും മാതാവും ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ if your father and mother are alive, നീ അവരെ സ്നേഹത്തോടൊന്ന് വിളിക്കണം. call them lovingly. നിന്റെ അത്ര പഠിപ്പ് അവർക്കില്ല, ശരിയാ. It's true, they are not as educated as you are. കഴിവ് അവർക്കില്ല. They may not have the ability. ഇത് നാട്ടുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. But the people around you are watching. ഇതറിയാവുന്ന നാട്ടുകാർ പറയും, People who know this, they will speak and say, അവൻ എന്തോ ആരാധന ആരാധിച്ചാലും no matter how much he worships, എനിക്ക് ആ യേശുവിനെ വേണ്ട. I don't want that man's Jesus. മൂന്നാമത്തെ പോയിന്റ്, Thirdly, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ അനീതി വരാൻ പാടില്ല. there must never be an opportunity for any unrighteousness in the relationship between a husband and a wife. നമ്മൾ വിശുദ്ധരാ, We are holy people. വേർപാട് അനുഷ്ഠിക്കുന്നവരാ. We are people who honor sanctification. എൻ്റെ മുഖത്തോട്ട് നോക്കിയിരുന്നാട്ട് Look at my face this morning. ദൈവദൂതന്മാരെ സാക്ഷി നിർത്തി, Holding even the angels as witness. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ In the name of the Father, the Son, and the Holy Spirit. അഭിഷിക്തന്മാരെ സാക്ഷി നിർത്തി, Standing as witnesses, the anointed men of God. വിവാഹമെന്ന പ്രക്രിയയിലൂടെയാണ് നിനക്ക് ഭർത്താവിനെയും ഭാര്യയും ലഭിച്ചത്. You got a husband and a wife through the covenant of marriage. ആ ബന്ധത്തിനകത്തെ അനീതി ഉണ്ടാകാൻ പാടില്ല. There must never be any unrighteousness in that relationship. കോംപ്രമൈസ് ചെയ്യരുത്. Do not compromise. ഇപ്പകല് ഞാൻ വിളിച്ചു പറയാ, This morning, let me call out to you. ഞാൻ ബൈബിളാ പ്രസംഗിക്കുന്നത്. I am preaching the Bible. ഞാൻ എൻ്റെ അഭിപ്രായം അല്ല I am പറയുന്നത്. not sharing my opinion with you. രഹസ്യത്തിൽ വെളിപ്പെടുന്ന പാപങ്ങൾ, The sins that are revealed in secret, നിന്റെ കുടുംബ ജീവിതത്തിന് ഇടർച്ചയാണെങ്കിൽ, if it is becoming a suppressive factor in your family life, അത് ചുവടെ പറിച്ച് ദൂരോട്ട് കളയണം. come on, take that and uproot it and throw it far away. ഭർത്താക്കന്മാരെ, Husbands, നിങ്ങളുടെ ഭാര്യയുമായിട്ട് മറച്ച് ഒന്നും കാണരുത് നിങ്ങളുടെ ജീവിതത്തിൽ. do not see and watch anything hiding it from your wife. ഭാര്യമാരെ, Wives, നിങ്ങളുടെ ഭർത്താക്കന്മാരെ മറച്ച് ഒന്നും ചെയ്യാൻ പാടില്ല. don't do anything hiding it from your husband. നമ്മൾ കർത്താവ് വരുമ്പോൾ പോകാനായിട്ടിരിക്കുകയാണോ? Are we all ready to go with Jesus? കഴിഞ്ഞ ദിവസം In the past days, ഒരു മീറ്റിംഗ് വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. I met a man at a meeting. അദ്ദേഹം എന്നോട് ചോദിച്ചു, This man asked me, ഭാര്യ മക്കൾ എത്ര പേരാ? do you have a wife and how many children do you have? ഞാൻ എൻ്റെ ഫോൺ എടുത്തു, ഇതാണ് എൻ്റെ ഭാര്യ, ഇതാണ് എൻ്റെ രണ്ട് മക്കൾ. I took my phone, I showed him, this is my wife, these are my 2 kids. ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. I showed him the phone. ഞാൻ ചോദിച്ചു, സാറിൻ്റെ മക്കളുടെ ഫോട്ടോ ഒന്ന് കാണിക്കാമോ? I said, sir, can you show me the picture of your children? പുള്ളി ഫോൺ എടുത്തു, The man took his phone എന്തോ ഒക്കെ സാധനത്തെ പിടിച്ച് കുത്തി, and he touched many buttons ഫോൺ ഓപ്പൺ ആയി. and he opened the phone പിന്നെ വേറെ ഒരു ഫോൾഡർ എടുത്തു, and he took a folder അതിനും ഒരു ഞണ്ടിൻ്റെ കാല് പോലെ, ക്രാബിൻ്റെ കാല് പോലെ ഒരു കോഡ്. and he had a code pattern that looked like crab legs. ഒത്തിരി കഷ്ടപ്പെട്ട പുള്ളി ഒരു ഫോട്ടോ എടുത്തത്. And he took much effort to retrieve the photo of his children. ഞാനിങ്ങനെ അന്തരീക്ഷത്തിൽ ചിന്തിച്ചു. And I thought to myself, and in the deepest portions of me, ഞാനൊരു പാസ്റ്ററാ, I am a pastor. എനിക്ക് 2 ഫോണുണ്ട്. I have 2 phones. ഒരു ഫോണിന് ഈ സുന ഇല്ല. One phone does not have any patterns. ഒരു ഫോണിന് One phone, ഒരു ലോക്കുണ്ട്. the other phone has a lock. അതെൻ്റെ ഭാര്യയ്ക്ക് നല്ലതായിട്ട് അറിയാം. And my wife knows the passcode to my phone. എൻ്റെ മൂത്ത മോൻ്റെ പേര് സ്റ്റീവ് എന്നാ. My oldest son, his name is Steve. എൻ്റെ സ്റ്റീവിനും അതറിയാം. And even my Steve knows my passcode. എനിക്കൊന്നും മറച്ചു വെക്കാനില്ല. I have nothing to hide. നിന്റെ ഭാര്യയുടെ പാസ്വേഡ് നിനക്ക് അറിയത്തില്ലെങ്കിൽ, If you don't know your wife's password, നിന്റെ ഭർത്താവിന്റെ പാസ്വേഡ് നിനക്ക് if you don't അറിയത്തില്ലെങ്കിൽ, know your husband's password, എന്റെ പൊന്നു ദൈവമക്കളെ മാനസാന്തരപ്പെട്. dear children of God, repent. വിശുദ്ധ ജീവിതത്തിലൂടെയാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. We must move forward in our lives by living a life of holiness. പാസ്റ്റർ എന്നോട് ക്ഷമിക്കണം.
Pastor, please forgive me. ഈ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. Not everybody will like this preaching, എനിക്കത് പ്രശ്നമല്ല. but I truly don't care. എന്നെ കർത്താവ് ഏൽപ്പിച്ചത് The message that God gave me ജനങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരിക, is to bring people into salvation, സ്വർഗത്തിലേക്കുള്ള റൂട്ട് പറഞ്ഞു കൊടുക്കുക. show them the route to heaven. Come on. Hallelujah. മനസ്സിലാവുന്നുണ്ടോ? Do you understand this morning? നമുക്ക് മറവൊന്നും ഉണ്ടാകരുത് പ്ലീസ്. Let us not have anything to hide. പെന്തക്കോസ്തുകാരെ, Let me come to the last point. നിങ്ങളെ നാട്ടുകാർ വാച്ച് ചെയ്തോണ്ടിരിക്കുക. Let me remind you that your people around you are watching you. കർത്താവ് ഒന്ന് പോണ്ടേ? Do we not want to go? നാലാമത്തെ പോയിന്റ്, Fourth point. ദൈവസഭയോടുള്ള ബന്ധത്തിൽ അനീതി പാടില്ല. And unrighteousness must never be present in your relationship with your church. ദൈവിക അധികാരത്തോടുള്ള ബന്ധത്തിൽ അനീതി പാടില്ല. There must not be any righteousness in your relationship with the authoritative figures of the church. ദൈവിക അധികാരം എന്ന് പറഞ്ഞാൽ, When we talk about godly authority, ഞാൻ ഈ ചെറുപ്പകാലത്തിലെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. I often remind people of my young childhood experiences. ഞങ്ങളെ വളർത്തിയത് ഒരു പാസ്റ്ററാ. The person who raised us was a pastor. ഞങ്ങൾക്ക് പാസ്റ്ററപ്പച്ചൻ എന്ന് പറഞ്ഞ ജീവനാ. When we talk about pastor, he was a father. He was our life to us. എന്റെ സ്പിരിച്വൽ ഫാദറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. I love my spiritual father. എന്നോട് പറയാ നീ ഇരിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കത്തില്ല. If pastor tells me don't sit, I will not sit. നല്ല ഒരു അപ്പൻ, A good father എല്ലാം കൊണ്ടോ നല്ലതാണ്, സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. will never look at you and say everything is great, everything is good, everything is super. ശാസിക്കേണ്ടടത്ത് ശാസിക്കും. He will rebuke you when he needs to rebuke you. തിരുത്തേണ്ടടത്ത് തിരുത്തും. He will correct you when he needs to. സ്നേഹിക്കേണ്ടടത്ത് He സ്നേഹിക്കും. will love you when he needs to. അടിക്കേണ്ടടത്ത് അടിക്കും. When he needs to chastise you, he will. Church, ദൈവദാസന്മാർക്കെതിരെ നിൽക്കരുത്. do not stand against the anointed men of God. ഞാൻ പാസ്റ്റർ അഖിലാസിന്റെ കാര്യം അല്ല I പറയുന്നത്. am not talking to you about Pastor Achilles' matter. ഞാൻ ബിനോ തോമസിന്റെ കാര്യം അല്ല And പറയുന്നത്. I'm not talking about Pastor Bino Thomas. എന്റെ കണ്ണുകൊണ്ട് കണ്ട ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. I have seen with my own eyes many problems. ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയാ. Let me tell you this morning, നീ ദൈവദാസന്മാർക്കെതിരെ നിന്നാൽ, if you stand against God's people, God's men, അത് കുടുംബത്തിനകത്ത് റിസൾട്ട് ഉണ്ടാക്കും. it will cause a result in your family life. ഒരു കുഞ്ഞ് നിന്റെ വീട്ടിലുണ്ടായാൽ, If you have a child in your home, അവന്റെ ആദ്യത്തെ സ്കൂൾ നിന്റെ വീടാ. the first school of your child is your home. ആദ്യത്തെ ടീച്ചർ അവന്റെ അമ്മയാ. The first teacher is that child's mother. അപ്പനും അമ്മയും The mother and the father, പാസ്റ്ററെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, if they are people who love their pastor, നിന്റെ തലമുറ പാസ്റ്റർമാരെ സ്നേഹിക്കും. your children will love their pastors. അപ്പനും അമ്മയും Fathers and mothers, പാസ്റ്റർമാരെ കുറ്റം പറയുന്നവരാണെങ്കിൽ, if they are people who are constantly finding fault, നിന്റെ കുഞ്ഞുങ്ങളും അത് കണ്ട് വളരും. your children will also practice the same. Pastors, ചില കുഞ്ഞുങ്ങളൊക്കെ when there are some children, നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ വരണ്ട് ഓടുന്നില്ലേ? children when they see us, they run in fear. ഇതൊരു ട്രിക്കാ പറഞ്ഞു തരിക. This is a trick, let me tell you. ചില കുഞ്ഞുങ്ങൾ നമ്മളെ കാണുമ്പോൾ ഓടി വരും, പാസ്റ്റർ എന്ന് വിളിച്ച്. Some children that look at us, they come and hug us immediately. എന്നാൽ ചില കുഞ്ഞുങ്ങളെ But some children, നമ്മളെ കാണുമ്പോഴത്തേന് as soon as they see us, ഇവരുടെ മുഖം അങ്ങ് മാറും, their face changes അങ്ങോട്ട് ഓടിപ്പോവും. and they run quickly. കാരണം എന്നാന്ന് പറയട്ടെ? Can I tell you the reason for that? സഭായോഗം കഴിഞ്ഞ് After church is done, വീട്ടിൽ പോയിരുന്ന് and when they go home, പാസ്റ്റർ നല്ല വർത്താനം പറയുന്നുണ്ടാ. it's because they are scolding the pastor at home after church. ഞാനും പാസ്റ്ററും Pastor and I, ചെറുപ്പകാലം തൊട്ടേ സുഹൃത്തുക്കളാ. we are young childhood friends. പക്ഷെ ദീർഘവർഷങ്ങളായി നമ്മൾ വിളിച്ചിട്ടല്ലേ. But it's been many years that we have even talked to each other. തെറ്റിദ്ധാരണയൊന്നും വേണ്ട, ഞാൻ അഖിലാസിനെ കുറിച്ചല്ല പറയുന്നത്. Please don't misunderstand me. I'm not speaking of Pastor Achilles. മനസാന്തരപ്പെടണം. You must repent. മനസാന്തരപ്പെടണം. We must repent. ബാംഗ്ലൂർ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ, One night, as I was in my home in Bangalore, ചില വർഷങ്ങൾക്ക് മുമ്പ്, many years ago, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, the Holy Spirit told me, ഇന്ന വീട്ടിൽ പോണം. you have to go to this particular house. രാത്രിയിൽ, That night, നല്ല രാത്രിയാ, it was a good night. ഞാൻ കണക്കാക്കിയില്ല. I did not count that. പിന്നെ പരിശുദ്ധാത്മാവിനെ പുഷ് ചെയ്ത് നിർബന്ധിച്ചു. Again, the Holy Spirit pushed me.
ഞാൻ ഓടി അവന്റെ വീട്ടിൽ ചെന്നു. So I ran and went to that person's house. ഞാൻ കതകിനിട്ട് കൊട്ടി. I stood there and knocked on the door. കതക് തുറക്കുന്നില്ല. The door is not opening. 20 മിനിറ്റ് ഞാൻ നിന്ന് കൊട്ടി. 20 minutes I stood there knocking. ഇവൻ കതക് തുറന്നു. And finally they opened the door. ഞാൻ നോക്കുമ്പോൾ ഇവനെ വേർത്ത് കുളിച്ചിരിക്കുക. When I looked at him, he was completely drenched. ഇവന്റെ കയ്യിൽ ഒരു കുപ്പിയുണ്ടായി. And there is a cup in his hand. അതൊരു വിഷക്കുപ്പിയായിരുന്നു. It was a cup of poison. ഞാൻ ചാടി ആ കൈക്കിട്ട് ഒറ്റ അടി അടിച്ചു. And I ran and I knocked the poison out of his വിഷക്കുപ്പി hands. തെറിച്ചു പോയി. He became shocked. അവൻ എന്നോട് ചോദിച്ചു, He asked me, എന്നെ ചാകാനും വിടത്തില്ലല്ലേ? "You guys are not even letting me die." പെന്തക്കോസ്തുകാർ. Pentecostal people. ഞാൻ അവനെ ചേർത്ത് നിർത്തി. And I took hold of him. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. I prayed for him. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓക്കേ. For 30 minutes he was fine. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, After 30 minutes he said to me, ഇപ്പൊ എന്റെ ഭാര്യയും മക്കളെയും കാണണം. "Now I would like to see my children and my wife." ഈ സംഭവം നടക്കുന്ന ബാംഗ്ലൂരാ. This is happening in Bangalore. ഭാര്യയും മക്കളും എറണാകുളത്താ. Wife and children are in another state. എന്റെ കാറെ കയറ്റിക്കൊണ്ടുപോയി. I took him in my car and drove him to that state. ഉച്ചയ്ക്ക് മുമ്പേ വീട്ടിൽ നാട്ടിൽ ചെന്നു. Overnight we drove and early morning we got there. പ്രാർത്ഥിച്ചൊരു സന്തോഷം വന്നു. And now he became very happy. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, പപ്പായെ ഒന്ന് പോയി കാണണം. Now with joy he said, "I want to go see my father." അവിടുന്ന് ഒരു വീട്ടിൽ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു. Now I have to go to another place within that state and I drove. ആ വീട്ടിലോട്ട് കയറിയപ്പോഴേ അന്തരീക്ഷം അത്ര ശരിയല്ല. Now as soon as I got to that house, the environment, the atmosphere was different. ഒരു വല്ലാത്ത മൂഡ്. It was a difficult atmosphere. ചെറിയ വീടാ. It was a small house. പ്രാർത്ഥിക്കാനിരുന്നു. So we sat down to pray. ഭയങ്കര ഡിസ്റ്റർബൻസാ. There is a great spiritual disturbance. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കുക. As I am praying, I hear a sound. ആ വാക്ക് ഇങ്ങനെയാണ്. And the word was like this. എടാ. My son. ആ വാക്ക് തന്നെ പറഞ്ഞു. എടാന്ന് തന്നെ പറഞ്ഞു. Eda. But ഇത്രയും കാലം all this time, നീ എന്റേത് മേടിച്ച് you were afraid. അടുത്ത വാക്ക് ഞാൻ പറയത്തില്ല. I cannot tell you the rest of this. ഇത്രയും കാലം All this time, നീ എന്റേത് മേടിച്ച് you took from me. അടുത്ത വാക്ക് ഞാൻ പറയത്തില്ല. I can't tell you the rest. ഈ വാക്ക് എന്റെ കാതുകളിൽ പതിയുന്നു. Now these words are ringing in my ears. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. I'm not able to pray. ദേവദാസനെ ഞാൻ ഈ വാക്ക് പറഞ്ഞു ചോദിച്ചു. Man of God, I asked this. ഈ അപ്പൻ ചാടി എഴുന്നേറ്റു. This father stood up. പക്ഷേ അത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമാ. And the man of God, his father said, "That was a mistake on my end." അദ്ദേഹം ബഹ്റിനിലായിരുന്നു ദീർഘവർഷങ്ങൾ. This man was in Bahrain for many years. എഞ്ചിനീയർ ആയിരുന്നു. He was an engineer. പൈസ ഇഷ്ടം പോലെ ആയപ്പോൾ He had plenty of money. നാട്ടിൽ വന്ന് 6000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെച്ചു. When he came home, he had a house that was 6,000 square feet. അടുത്തുള്ള ഒരു ചെറിയ സഭയിൽ പോയി. And went to a small church next to that. ഇവർ ചെന്നത് ആ ചർച്ചിന് ഭയങ്കര അനുഗ്രഹമായി. And it was a great blessing to that church for them to go there. പാസ്റ്ററിനും ഭയങ്കര അനുഗ്രഹമായി. And pastor also was greatly blessed. നന്നായിട്ട് പൈസ കൊടുത്തു. And he gave plenty of tithes. പക്ഷെ ഒരു ദിവസം But one day, ഈ അച്ചായൻ പറഞ്ഞ കാര്യം പാസ്റ്റർ ചെയ്തില്ല. the pastor did not do what this uncle wanted him to do. ഈ അച്ചായന് ദേഷ്യം വന്നു. And this man got upset. സഭായം തീർന്ന അന്നേരപ്പം With much anger after the church, ചെന്ന് ചോദിച്ച വാക്കാ, he went and asked the pastor, ഇത്രയും കാലം "All this time," നീ എന്റേത് മേടിച്ച്. this man said, "All this time you took mine." ഭാര്യയും വിളിച്ചോണ്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. And he took his wife and left the church. പിന്നെ ആ ചർച്ചിലോട്ട് കയറിയില്ല. After that, he never went to that church. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ After many weeks had gone by, ഇനി ഇദ്ദേഹം പറഞ്ഞ ടെസ്റ്റിമണിയാ. this was the testimony that this person said. പാസ്റ്റർ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ After many weeks had gone by, 30 ലിറ്റർ പാലുള്ള ഒരു പശു ആ വീട്ടിലുണ്ടായിരുന്നു. there was a cow that had approximately 30 liters of milk production. നിന്ന നിപ്പി വീണു ചത്തു. Within that moment, it just dropped dead. പിന്നെ കേൾക്കുന്ന വാർത്ത, The word that they heard after that, ബഹ്റിനിലുള്ള മരുമൻ ആക്സിഡന്റിൽ മരിക്കുന്നു. their son-in-law who was in Bahrain passed away. ഡെഡ് ബോഡി നാട്ടിൽ കൊണ്ടുവന്നു. And they brought the dead body. ശവടക്ക് കഴിഞ്ഞു. After the funeral service, ശവടക്ക് കഴിയുന്ന അന്ന്, on the day of the funeral service after it had ended, പുറത്തുള്ള ഔട്ട് ഹൗസിന് തീ പിടിച്ചു. there was a fire in the outhouse in their property. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ And a few more days passed by. അമ്മാമയ്ക്ക് വയറ്റുവേദന ഉണ്ടായി. This grandma had some stomach pains. നേരെ RCCയിലോട്ട് വിട്ടു. They took them straight to the hospital. 1.5 വർഷം കഴിഞ്ഞപ്പോൾ After a year and a half,
അമ്മാമ്മ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. The wife passed away. ഈ മോനുണ്ടല്ലോ, This son, ഇവൻ ഒരു ബിസിനസ് ചെയ്തു, he was doing a business മൊത്തം പൊട്ടിപ്പോയി. and everything was a failure. 6000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടും സ്ഥലവും And the place where they had a 6,000 square foot home, വെറും 23 ലക്ഷം രൂപയ്ക്ക് വിൽക്കേണ്ട വന്നു. they had to sell it for a very low price of 23 lakh of rupees. ഈ സമയത്താ ഞാൻ ചെല്ലുന്നത്. And they're going to that church. അങ്കിൾ എഴുന്നേറ്റ് ഒന്ന് അലറുക. And that brother is crying and weeping, അലറിക്കൊണ്ട് എന്നോട് ചോദിച്ചു, screaming and weeping, പക്ഷെ ഞാൻ എന്നാ ചെയ്യേണ്ടത്? Pastor, what should I do? ഞാൻ രണ്ട് കൈ മലത്തി. And I moved my hands. പരിശുദ്ധാത്മാവിന്റെ ചെറിയ ബുദ്ധിയിൽ ഒരു കാര്യം ഓർപ്പിച്ചു. The Holy Spirit reminded me something in my small mind. പഴയ പാസ്റ്റപ്പച്ചനുണ്ടല്ലോ, There is a pastor that was their pastor a while back. പുള്ളി ജീവിച്ചിരിപ്പുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. I told him, find out if your previous pastor is still alive. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ When we searched out, ദൂരെ ഒരു സ്ഥലത്ത് in a very far away place, മക്കളുടെ കൂടെ അപ്പച്ചനുണ്ടെന്ന് അറിഞ്ഞു. we found out that pastor was living with his children. എന്റെ കാറിൽ And in my car, ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് അവിടെ ചെന്നു. we decided to drive and go to that pastor. മനോഹരമായിട്ടുള്ള ഒരു ഭവനം. It's a beautiful home. ഞങ്ങൾ ചെന്ന് നിന്നപ്പോ And when we stood there, അപ്പച്ചൻ ഈ പിതാവ് ഇറങ്ങി വരിക. this man is coming out. ഈ അങ്കിള് ഓടിച്ചെന്ന് അപ്പച്ചന്റെ കാലിലോട്ട് വീണു. And as the pastor was coming out, this uncle ran and fell at his feet. അപ്പാ എന്നോട് ക്ഷമിക്കണേ എന്ന് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. He said, Father, please forgive me. And he cried out. അദ്ദേഹത്തെ താങ്ങി പിതാവ് എഴുന്നേൽപ്പിച്ചു. And this pastor pulled him up with much love. എന്നിട്ട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാ. And he said the following words. എന്നതാ സംഭവം ഒന്നും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. Sorry, one more time. എന്നതാ സംഭവം ഒന്നും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും They പറയുന്നില്ല. are not exchanging any words about the incident. പക്ഷേ പിതാവ് പറയാ, But this pastor is saying, എടാ കുഞ്ഞെ, അത് ഞാൻ അന്നേ ക്ഷമിച്ചായിരുന്നു. my child, I completely forgave you on that same day. കുറെ നേരം കഴിഞ്ഞ് After much time, ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് after we had eaten some food, എനിക്ക് ഈ അപ്പച്ചൻ പാസ്റ്റർ ഒറ്റയ്ക്ക് കിട്ടി. I got to speak with this pastor alone. ഞാൻ ഈ അപ്പച്ചനോട് ചോദിച്ചു, And I asked this father, പാസ്റ്റർ അങ്കിൾ, Pastor uncle, ആ വാക്ക് അങ്ങയെ വേദനിപ്പിച്ചോ? did those words hurt you? എന്നോട് ആ പാസ്റ്റർ പറഞ്ഞ കാര്യം And the pastor said to me, ഞെട്ടിപ്പോയി ഞാൻ. I was completely shocked. മോനെ, കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. My son, God has blessed me. എൻ്റെ തലമുറയെ അനുഗ്രഹിച്ചു. God has blessed my children. മോനെ, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഗസ്റ്റ് വരും. And from time to time, we have guests in our home. അന്നേരം എൻ്റെ മരുമക്കൾ വിശേഷപ്പെട്ട ആഹാരം ഉണ്ടാക്കും. At that time, my children and my family, they will prepare great food. ഞാൻ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാതെ ഇവരാരും ആഹാരം കഴിക്കത്തില്ല. And nobody eats their food unless I go there and pray. ഈ സ്പെഷ്യൽ ഫുഡ് എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, And when I have the special food in front of me, സന്തോഷത്തോടെ ഇത് കഴിക്കാൻ ഇതിനകത്ത് കൈയിടുമ്പോൾ, and when I'm desiring to eat this food with joy, ഈ പാസ്റ്ററുടെ വാക്ക്, the words that this person spoke, മോനെ, അവന്റെ വാക്ക് his words എൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വരും. will come and rise in my heart. അവന്റെ വാക്ക് എൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വരും. His words will rise up in my heart. പിന്നെ എനിക്ക് ഈ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. And I'm not able to eat the food in front of me. ദൈവസഭയോടുള്ള ബന്ധത്തിൽ, In your relationship with the church, അനീതി ഉണ്ടാകരുത്. let there not be any unrighteousness. പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഇത് പറയിപ്പിക്കുന്നത്, This morning, the Holy Spirit is making me to say this. നിങ്ങളെ ആരെയും ഖണ്ഡിക്കാനോ മുറിക്കാനോ വേദനിപ്പിക്കാനോ അല്ല. It's not to make you feel hurt or broken or feel guilty. ഇന്ന് കാഹളം ധ്വനിച്ചാൽ This today, if the trumpet sounds, നമുക്ക് പോകണം. we must go. ഇന്ന് കാഹളം ധ്വനിച്ചാൽ If the trumpet sounds today, നമുക്ക് പോകണം. we have to go. ഇല്ല, ഇന്ന് കാഹളം ധ്വനിക്കുന്നില്ലെങ്കിൽ But if the trumpet doesn't sound today, എന്റെ ജീവിതം കൊണ്ട് with my own life, നൂറുകണക്കിന് പേരെ യേശുവിലേക്ക് കൊണ്ടുവരണം. I must bring hundreds to അവർ Jesus. സഭയ്ക്കകത്തോട്ട് വരണം. And they must come into the church. സമർപ്പിക്കാൻ തയ്യാറാണോ? Are you ready to surrender? കണ്ണുകളെ ഒന്ന് അടച്ചാട്ട്. Let us close our eyes. അനീതി കൊണ്ട്, With unrighteousness, സത്യത്തെ തടുക്കുന്ന, suppressing the truth, മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ against all ungodliness and unrighteousness, ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും. the wrath of God is revealed from heaven. ഒന്ന് ചിന്തിച്ചേ. Come on, think about this.
കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അനീതിയുണ്ടോ? Is there any unrighteousness in your relationship with God? മാതാവും പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ അനീതിയുണ്ടോ? Is there any unrighteousness in your relationship with your parents? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അനീതിയുണ്ടോ? Any unrighteousness in your relationship with husbands and wives? ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ അനീതിയുണ്ടോ? Any unrighteousness in your relationship with your church? ഒന്ന് പ്രാർത്ഥിച്ചേ. Come on, let's pray together. ഒന്ന് പ്രാർത്ഥിച്ചേ. Come on, pray together. ഒന്ന് കണ്ണടച്ച് സമർപ്പിച്ചേ. Close your eyes and begin to pray. അപ്പ എന്നോട് ക്ഷമിക്കണേ. Father, forgive me. എന്നോട് ക്ഷമിക്കണം. Father, forgive me. എന്നോട് ക്ഷമിക്കണം. Forgive me, Lord. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ Even as you're praying, കർത്താവ് നിങ്ങളെ സഹായിക്കും. the Lord will help you. എന്നെ സഭയിലോട്ട് ക്ഷണിച്ച The people who have invited me to the church, പ്രിയ ദേവദാസനോടും സഭയോടുമുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. especially the pastor and the church, I extend my gratitude. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ കുഞ്ഞുങ്ങളെ 2 പേരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കും. And I thank the Lord for the 2 children who have translated for me for the past 2 days. നല്ലതായിട്ട് എനിക്ക് സൗണ്ട് ചെയ്തു തന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കും. Thank you for the good sound that the children in the AV booth gave to me. കർത്താവ് അനുഗ്രഹിക്കട്ടെ. May the Lord bless us.